അമ്മേ, എന്റെ ദൈവമേ, ആരായി വന്നത്? ലച്ചുമോളോ? പാറുമോളെ, ഇതാ ആരാ വന്നേ നോക്കിയേ, നിന്റെ മൂത്ത ചേച്ചി വന്നിന്. മോളെ കാണാതെ എത്ര ദിവസമായി, അമ്മ എത്ര നാളായി എന്നറിയോ മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നു. മോളെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മോക്ക് സുഖാണോ? ആ അമ്മേ, ഞാൻ സുഖമായിരിക്കുന്നു. അമ്മക്ക് സുഖാണോ? ലതേച്ചി സുഖാണോ? ഹായ് സവിത, നീ എന്താ ഈ സമയത്ത് ഇവിടെ? നോക്കിയേ, ആരാ വന്നത്? എൻ്റെ മോള് വന്നിരിക്കുന്നു. ആരിത്? ലച്ചുമോളോ? ലച്ചുമോൾ എപ്പോഴാ വന്നേ? നല്ല സുന്ദരിയാണ്. നമ്മുടെ പാറുമോളെക്കാളും സുന്ദരിയായിട്ടുണ്ട് ഇപ്പൊ ലച്ചുമോളെ കാണാൻ. ലച്ചുമോളെ, നിനക്ക് സുഖാണോ? ആ ആൻറ്റി, എനിക്ക് സുഖം. ചേച്ചിക്ക് സുഖാണോ? ആ മോളെ, എനിക്ക് സുഖം. ഞാൻ അപ്പുറത്തെ ശാന്തേച്ചിൻ്റെ വീട് വരെ ഒന്ന് പോകാൻ ഇറങ്ങിയതാ. ആ സമയത്ത് ഒന്ന് ഇവിടെ വന്ന് കയറി പോവാന്ന് വിചാരിച്ചു. എന്നാ ശരി, ഞാൻ ഇറങ്ങാനല്ലേ ചേച്ചി. അവളെ ചുമ്മാ പറഞ്ഞതായിരിക്കും. അവൾ ഇവിടെ തന്നെ വന്നതാ, ഇവിടെ ആര് വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഡയലോഗും. അവളെ എനിക്കറിയില്ലേ. മോളെ, മോക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അമ്മ ഇപ്പം വേണ്ട, ഞാൻ ഇപ്പം കഴിച്ചതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് മതി. അച്ഛാ, അച്ഛന് സുഖമാണോ? അച്ഛാ, അച്ഛനെ നീ ഒന്ന് ബ്ലസ് ചെയ്യണേ. ഇതെന്താ ചേച്ചി, നീ വീട് മാറിയപ്പോഴേക്കും നിന്റെ ഭാഷ മാറിയോ? ബ്ലസ് എന്നല്ല, അച്ഛാ എന്നെ ഒന്ന് ആശീർവദിക്കൂ അങ്ങനെ പറഞ്ഞേ. മോള് നന്നായി വരും. പാറുമോളെ, ഞാൻ ഇപ്പം വന്നതല്ലേ ഉള്ളൂ. കുറച്ച് സമയമെങ്കിലും ഒന്ന് എന്നോട് സ്നേഹത്തോട് സംസാരിക്കോ? അമ്മ നോക്കമ്മേ, അച്ഛാ നോക്ക്, മോള് വന്നപ്പോൾ തന്നെ എന്നോട് തല്ലുകൂടാൻ വേണ്ടി വരുന്നു. ഞാൻ തല്ലുകൂടാൻ വന്നതാ? ഞാൻ ശരിക്കും പറഞ്ഞതല്ലേ, ഉള്ള കാര്യം പറഞ്ഞതല്ലേ. എന്നിട്ട് നേരെ മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ എന്തെന്ന് ചോദിച്ചോന്നല്ലേ ഉള്ളൂ. പാറുമോളെ, നീ കുറച്ച് സമയമെങ്കിലും ചേച്ചിനോട് സ്നേഹത്തോടെ സംസാരിച്ചേ. ചേച്ചി ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. അച്ഛൻ എന്താ എന്നോട് പറയുന്നത്? അച്ഛൻ എന്നെ വലിയ സ്നേഹമായിരുന്നല്ലോ ചേച്ചി വരുന്നതിന് മുമ്പ്. ഇപ്പൊ നോക്കി, ചേച്ചിക്ക് സപ്പോർട്ട് നിൽക്കുന്നു, എനിക്ക് സപ്പോർട്ടേ നിൽക്കുന്നില്ല. ഇല്ല മക്കളെ, എനിക്ക് രണ്ടുപേരെ ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ. മക്കളെ, മക്കളെ അവിടെ മിണ്ടാതിരുന്നേ. ഞാൻ പോയി എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കുന്നേ. ഡി കഴുതേ, റിമോട്ട് താടി. പ്ലീസ് ഡി താടി. മുമ്പ് ഞാനല്ലേ പകൽ യൂസ് ചെയ്യുന്നത്, നീ രാത്രിയല്ലേ യൂസ് ചെയ്യല്? പ്ലീസ് താടി. അതൊക്കെ പണ്ട്. ഇപ്പൊ രാവിലെ വൈകുന്നേരം രാത്രി ഒക്കെ ഞാൻ യൂസ് ചെയ്യും. നീ എന്തുവാ വിചാരിച്ചേ? വന്നപാടെ എന്നെ ഓർഡർ തന്നാലും ഞാൻ എല്ലാം അനുസരിക്കുന്നു. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാനൊന്നും അനുസരിക്കില്ല. നിന്നോടല്ലേ തരാൻ പറഞ്ഞത്. താ ടിഷ്യൂ. ഇപ്പൊ എന്തിനാ നീ എന്നെ അടിച്ചത്? ഞാൻ അമ്മയോട് പറയും. അമ്മേ, ചേച്ചി എന്നെ അടിക്കുന്നു. അമ്മേ ഓടി വായോ, ഇലച്ചു ദുഷ്ട എന്നെ അടിക്കാൻ വരുന്നേ. അമ്മ ഓടി വാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ലച്ചു എന്ന് വിളിക്കരുതെന്ന്? ചേച്ചി, ചേച്ചി എന്ന് വിളിക്കേ. അമ്മേ, ഇലച്ചു എന്നെ അടിക്കാൻ വരുന്നേ. നീ പറഞ്ഞാലും അനുസരിക്കില്ല അല്ലേ? നിനക്ക് വീണ്ടും ഒന്ന് തന്നാലേ ശരിയാവും. ഇല്ല ചേച്ചി, എന്നെ അടിക്കല്ലേ. ഞാൻ ചേച്ചി എന്നെ വിളിക്കാം. ഓക്കെ ചേച്ചി, ചേച്ചി അങ്ങനെ മതിയില്ലേ? അന്ത ഭയം ഇരിക്കട്ടോ. കുറച്ച് സമയം അടങ്ങിയിരിക്കേ. എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത്, ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ. ഹലോ ജാസ്മിൻ. പാറുമോളെ, കുറച്ച് സമയം സംസാരിക്കാതിരിക്കെ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊന്ന് സംസാരിച്ചിട്ടെ. ആ ജാസ്മിൻ പറയടി, ഞാൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് വൈകുന്നേരം മീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫോൺ വെക്കാണേ, ഇവിടെ കുറച്ച് തിരക്കില്ല. ശരി ശരി, ഓക്കെ. പാറു, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്തൊന്നും നീ ഇങ്ങനെ ഒച്ച വെക്കല്ലാന്ന്. ഇനി നോക്കിക്കോ, നിന്റെ ഫ്രണ്ട്സ് നിനക്ക് വിളിക്കുന്ന സമയത്തും ഞാൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും കേട്ടല്ലോ. അമ്മേ, ഈ പാറൂട്ടിയെ നോക്കിയേ, ഇവളെന്ത് ചെയ്യുന്നെന്ന്. ഓ, വന്നപ്പോൾ തന്നെ തുടങ്ങി രണ്ടെണ്ണം. ഓ, മൂന്നാമത്
രണ്ടാമതെത്തിയുണ്ടല്ലോ, അവളിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ അവളും കൂടി ഉണ്ടായേനെ. അടുത്ത വീട്ടിലൊക്കെ കുട്ടികളില്ലേ, അവരെത്ര സ്നേഹത്തോടെയാ കഴിയുന്നത്. നിങ്ങൾക്കാണെങ്കിലോ കീരിയും പാമ്പും അടുത്ത് കണ്ടാൽ മതി. എടി പാറു, എപ്പോൾ നോക്കിയാലും അമ്മ അവരെ കഥ തന്നെയല്ലോ പറയുന്നത്. അവർക്ക് കല്യാണമൊന്നും കഴിഞ്ഞില്ലേ? ഇല്ലടി, അവർക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി. അതെയാ, ഇപ്പൊ രണ്ടുപേരും നന്നായി ചിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാലോ വീണ്ടും തുടങ്ങും. മക്കളെ, ഞാൻ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ വാ. ശരി അമ്മേ, ഇതാ ഞങ്ങൾ വന്നു. ഇതെന്താടി അമ്മ 2 ലെഗ് പീസും എൻ്റെ പ്ലേറ്റിൽ തന്നെ ഇട്ടത്? നിനക്ക് വേണ്ടേ ലെഗ് പീസൊന്നും? നീ എന്താ അമ്മയോട് ചോദിക്കാത്തത്? നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടായിട്ടൊന്നുമല്ല കഴുതേ. അമ്മ ചോദിച്ചാ പറയും, ചേച്ചി കുറച്ച് ദിവസം നിൽക്കാവുന്നതല്ലേ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിയും, അതുവരെ ഉള്ളൂല്ലോ, അതുകൊണ്ട് ചേച്ചിക്ക് കൊടുത്തെന്ന് പറയും. പിന്നെ എനിക്കൊന്നും അന്നോട് തിരിച്ചു പറയാൻ പറ്റില്ല. ഓ അങ്ങനെയാ, അപ്പൊ നിനക്ക് ഈ ലെഗ് പീസ് വേണം അല്ലേ? ചേച്ചി എനിക്ക് ലെഗ് പീസ് തരുമോ? ലെഗ് പീസൊക്കെ തരാം, പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്തുവാ ചേച്ചി ചെയ്യണ്ടേ? ചേച്ചി പറ, ഞാൻ ചെയ്യാം. ആദ്യം നീ എൻ്റെ അടുക്കൽ വന്നേ, എൻ്റെ കൈ പിടിച്ചൊരു ഉമ്മതാ. ഉമ്മയോ? അതും നിനക്കോ? ഞാൻ തരുന്നില്ല. തന്നില്ല ലെഗ് പീസും ഇല്ല. പ്ലീസ് ചേച്ചി. ശരി. ഓക്കെ ഓക്കെ, എന്താ ഒരു ലെഗ് പീസ് തരാം. ഈ ലെഗ് പീസ് കൂടി വേണോ? വേണം വേണം. ഈ ലെഗ് പീസ് വേണമെങ്കിൽ ഇനി ഒരു ഉമ്മ കൂടി തരേണ്ടി വരും. ചേച്ചി ശരി. എന്നാ ഇതും കൂടി എടുത്തോ. പാറു, ഇത് എവിടുന്നാ നിനക്ക് 2 ലെഗ് പീസ്? നീ ചേച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടാവൂല്ലേ? ഒന്ന് ചേച്ചിക്ക് കൊടുത്തേ, പെട്ടെന്ന് കൊടുക്ക്. അതെ അമ്മേ, ഇവൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വരുതാ. ഞാൻ കുറേ പറഞ്ഞു ഇത് എനിക്ക് വേണമെന്ന്, ഇവള് തന്നില്ല. അമ്മ, ഈ ചേച്ചി കളവ് പറയുക. ഇവള് തന്നെ എനിക്ക് തന്നതാ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തത്. ഇല്ലമ്മേ, ഞാൻ ഇവൾക്ക് കൊടുത്തിട്ടൊന്നുമില്ല, ഇവള് തന്നെ എടുത്തതാ എൻ്റെ പ്ലേറ്റിൽ നിന്ന്. ചേച്ചി എന്തിനാ വെറുതെ കളവ് പറയുന്നത്? ചേച്ചി തന്നെയല്ലേ എനിക്ക് തന്നത്. മതിയാക്ക് നിന്റെ കള്ളക്കരച്ചില്. ഇന്ന് മോളെ, ഇതാ ഒരു ലെഗ് പീസ് നിനക്ക്, ഒരു ലെഗ് പീസ് നിനക്ക്. ഹിഹിഹി, എപ്പടി ഇருக்கு എൻ്റെ ബുദ്ധി. ചേച്ചി ദുഷ്ട. ചേച്ചിയല്ല, ലച്ചു മഞ്ചകി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you for watching. Bye bye.